യേശു നൽകും ദൂതുകളേന്തി വരുന്നു ഞങ്ങൾ ചങ്ങാതി, വരുന്നു ഞങ്ങൾ ലിറ്റിൽ നിൽക്കും കൂട്ടുകാരൻ നിങ്ങൾക്കരികെ. യേശു നൽകും ദൂതുകളേന്തി വരുന്നു ഞങ്ങൾ ചങ്ങാതി, വരുന്നു ഞങ്ങൾ ലിറ്റിൽ നിൽക്കും കൂട്ടുകാരൻ നിങ്ങൾക്കരികെ. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. Hero Jesus, hero Jesus, makes us into little heroes. Hero Jesus, hero Jesus, makes us into little heroes. ആപത്തിന്റെ നേരത്തെല്ലാം കുറുമ്പു ചെയ്യും നേരത്തെല്ലാം, ആപത്തിന്റെ നേരത്തെല്ലാം തുണയായി ചാരെ പറന്നിറങ്ങും. കുറുമ്പു ചെയ്യും നേരത്തോതും നൽവഴി കാട്ടും നൽവചനങ്ങൾ. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. മോനെ, നീ എന്താ നോക്കുന്നത്? അമ്മച്ചി, ഞാൻ നമ്മുടെ പറമ്പ് നോക്കുമായിരുന്നു. എന്തു പറ്റി? നമ്മുടെ വീട്ടിലൊരു വാഴയില്ല. ഇന്നാള് പൊന്നൂന്റെ വീട്ടിൽ ചെന്നപ്പോ അവരുടെ വീട്ടിലെ വാഴയിലെ പഴുത്ത വാഴപ്പഴം തിന്നു. നമുക്ക് ഇവിടെയും ഉള്ള സ്ഥലത്ത് ഒരു വാഴ നടാം. മോൻ അപ്പം വരുമ്പോ അപ്പനോട് പറ ഒരു വാഴ വിത്ത് വാങ്ങിക്കൊണ്ടുവരാൻ. ശരി അമ്മച്ചി, അപ്പൻ വരട്ടെ. അപ്പച്ചാ, 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 എനിക്കൊരു കാര്യം വാങ്ങിത്തരുവോ? എന്ത് കാര്യം? അല്ല കളിപ്പാട്ടോ മറ്റോ ആണോ? അതൊന്നുമല്ല. എങ്കി മിഠായിയാ? അതൊന്നുമല്ല. വേറെ എന്താണ്? അപ്പച്ചൻ സുല്ലിട്ടോ? ഓ, അപ്പച്ചൻ തോറ്റു. സുല്ല്. എനിക്കൊരു വാഴവിത്ത് വാങ്ങിത്തരുവോ? വാഴവിത്തോ? മോനെന്തിനാ വാഴവിത്ത്? അതപ്പച്ചാ, ഇന്നാള് പൊന്നൂന്റെ വീട്ടിൽ ചെന്നപ്പോ അവരുടെ വീട്ടിലെ വാഴയിലെ പഴുത്ത വാഴപ്പഴം തിന്നു. അതിനു മോന് വേണ്ടപ്പം പറഞ്ഞാ മതി, അപ്പച്ചൻ പഴം വാങ്ങിത്തരാം. അതല്ലപ്പാ, എനിക്കൊരു വാഴവിത്ത് വാങ്ങി തന്നാ മതി. ഞാനും അമ്മച്ചിയും കൂടി അത് നട്ടോളാം. ഓ ശരി ശരി, വാങ്ങിത്തരാം. എപ്പം? നാളെ തന്നെ വാങ്ങിത്തരാം. അമ്മച്ചി, ഇത്ര ആഴമുള്ള കുഴി മതിയോ? കുഴിക്ക് ഇത്ര ആഴം മതി. ഇനി എന്താ ചെയ്യേണ്ടത് അപ്പച്ച? ഇനി കുഴിയിലോട്ട് കുറച്ച് ചാണകപ്പൊടി ഇടണം. ശരി അപ്പച്ച. വെള്ളം ഒഴിക്കണ്ട അപ്പച്ച?
വേണം മോനെ, ഇനി എന്നും കുറേശ്ശെ വെള്ളമൊഴിക്കണം. ശരി അപ്പച്ച. അമ്മേ, ഈ വാഴ എപ്പോഴാ കുലക്കുന്നേ? അതിനിനിയും ഒരുപാട് ദിവസം കഴിയണം. ആദ്യം ഇല വരട്ടെ. ഇല എപ്പോഴാ വരുന്നേ? 7-8 ദിവസമാകുമ്പോ ആദ്യത്തെ ഇല വരും. അമ്മേ, നമ്മുടെ വാഴയ്ക്കൊരു ഇല വന്നത് കണ്ടോ? ഇനി അടുപ്പിച്ചില വരും. അമ്മച്ചി, നമ്മുടെ വാഴ വലുതായല്ലേ? ശരിയാ മോനെ, അധികം വൈകാതെ വാഴ കുലയ്ക്കും. ഇത് കൊള്ളാമല്ലോ. അപ്പച്ചൻ വരുന്നുണ്ടോ നോക്കട്ടെ. അപ്പച്ച, അപ്പച്ചനൊരു കാര്യം കാണിച്ചു തരാം. എന്ത് കാര്യം? കറമ്പി പൂച്ചയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായോ? അതൊന്നുമല്ല. എവിടെ നേരം തത്ത കുഞ്ഞിനെ പിടിച്ചോണ്ട് വന്നോ? അല്ലേ അല്ല. വേറെ എന്ത് കാര്യമാ കിട്ടൂ? അപ്പച്ചൻ വീടിന്റെ പുറകുവശത്തേക്കൊന്ന് വന്നേ. അപ്പച്ച, ദാ അങ്ങോട്ടൊന്ന് നോക്കേ. ഓ, കിട്ടുവിന്റെ വാഴ കുലച്ചു അല്ലേ? കൊള്ളാമല്ലോ. എന്ത് ഭംഗിയല്ലേ അപ്പച്ച വാഴക്കുല കാണാൻ. അതെ അതെ, വാഴപ്പഴത്തിന്റെ രുചി പോലെ തന്നെ. കൂട്ടുകാരെ, നിങ്ങൾക്കൊരു കാര്യം അറിയണോ? എന്ത് കാര്യം കിട്ടു? ഞാനൊരു വാഴ നട്ടു കൂട്ടുകാരെ. ശരിക്കും? എന്താ വിശ്വാസം വരുന്നില്ലേ? അമ്മയും കൂടി സഹായിച്ചു കാണുമല്ലേ? അമ്മയും അച്ഛനും എല്ലാവരും സഹായിച്ചു. നല്ല കാര്യം. നിങ്ങൾക്ക് ഞാനൊരു സൂത്രം കാട്ടി തരുന്നുണ്ട്. സൂത്രമോ? അതെന്തുവാ? അതൊക്കെ ഉണ്ട്. എനിക്കറിയാം. പറയ്, ശരിയാണ്, ബെറ്റ് വെക്കാം. ബെറ്റൊന്നുമില്ല. കോഴിക്കുഞ്ഞ് വിരിഞ്ഞതാണോ? അതൊന്നുമല്ല. രണ്ടുപേര് സുലിട്. സുല്ല്. സുല്ല്. എന്റെ പുറകെ വാ. ഹായ്, എന്ത് ഭംഗി. നിനക്കിനി മധുരമുള്ള വാഴപ്പഴം തിന്നാലോ കിട്ടൂ? ശരിയാ, കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ അമ്മ വാഴ കുലച്ചപ്പോഴും നല്ല മധുരമുള്ള വാഴപ്പഴം തിന്നു. എന്നിട്ടും നീ ഞങ്ങൾക്ക് തന്നില്ലല്ലോ. ശരിക്കും നിങ്ങൾക്കും ഞാൻ വാഴപ്പഴം വെച്ചിരുന്നതാ. എന്നിട്ട് ഞങ്ങൾക്ക് തന്നില്ലല്ലോ. എനിക്ക് കൊതി മൂത്തപ്പോ അതും ഞാൻ അടുത്ത് തിന്നുപോയി. അമ്പട കൊതിയാ. ഈ തവണ നീ ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിന്നോട് പിന്നെ കൂട്ടില്ല. അപ്പോൾ നിന്റെ കട്ടയും പടവും മടങ്ങും. അതെന്നതാ ഈ ബെറ്റി പറഞ്ഞത്? എടാ, ഞങ്ങളില്ലെങ്കിൽ പിന്നെ നീ ഏണിയും പാമ്പും കളിക്കുമ്പോൾ
തോറ്റുപോകുന്നത് പോലെ കട്ടയും പടവും മടക്കി പോകുമെന്ന്. മനസ്സിലായോ? മനസ്സിലായേ. സന്ധ്യയായി, ഞങ്ങള് പോകുന്നു. ഈ വവ്വാൽ എന്താണ് കുടിക്കുന്നത്? അതോ, അതിനുള്ളിലുള്ള തേനാണ്. വവ്വാലെ, ഇത് എന്റെ വാഴയാണ്. ആര് പറഞ്ഞു? എന്റെ അച്ഛനാണ് ഇത് കുടിച്ചു വെച്ചത്. ഞാനും അമ്മയും കൂടിയാണ് ഇതിന് വെള്ളം ഒഴിച്ചത്. അതുകൊണ്ട് എന്റെ അനുവാദമില്ലാതെയാണ് നീ ഇതിന്റെ തേൻ കുടിക്കുന്നത്. ഈ തേൻ കുടിക്കാൻ എനിക്ക് ആരുടെയും അനുവാദത്തിന് ആവശ്യമില്ല. ഇത് പ്രകൃതി തന്ന സൗജന്യമാണ്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരത്തില്ല. എന്തുകൊണ്ട്? എന്റെ അച്ഛനാണ് ഇത് കുടിച്ചു വെച്ചത്. ഞാനും അമ്മയും കൂടി വെള്ളവും വളവും എല്ലാം ഇട്ടിട്ടാണ് ഇത് കുലച്ചത്. വെഡിത്തം പറയാതെ കിട്ടൂ. സത്യം പറയുമ്പോ വിഡ്ഢിത്തമെന്നോ? വയറു നിറഞ്ഞു, ഞാനിതാ പോകുന്നു. കിട്ടുവേ, പ്രാർത്ഥനയ്ക്കുള്ള സമയായി. ആ തേനെല്ലാം വവ്വാല് കുടിച്ചോണ്ട് പോയി. സാരമില്ല, മോർണിംഗ് വാ. ഓ, ഇന്ന് കൂട്ടുകാരുമായിട്ടാണല്ലോ വരവ്. അതെ കിട്ടൂ. ഈ അണ്ണറക്കണ്ണനെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരാണ്, മൈ ബ്രോ. അണ്ണാനെ കൂട്ടുപിടിച്ചോണ്ട് വന്ന എന്തിനാ? നല്ല തീറ്റ സാധനങ്ങൾ എവിടെ കണ്ടാലും ഞാൻ ഇവനും കൊടുക്കും. നിന്നെ പോലെയല്ല. എന്നെ പോലല്ലെന്നോ? ആ അതെ, കിട്ടു കൂട്ടുകാർക്ക് വെച്ചിരുന്ന വാഴപ്പഴം കൊതിമൂത്ത് തിന്നതൊക്കെ ഇന്നലെ അവരോട് പറയുന്നത് ഞാൻ കേട്ടു. ആരോട്? എപ്പോ? ആ ബെറ്റിയോടും തക്കുടുവിനോടും. നിന്നെ ഞാൻ അപ്പോഴൊന്നും കണ്ടില്ലായിരുന്നല്ലോ. അതാണ് രസം. ഞാനപ്പോൾ കിട്ടു കാണാതെ തേൻ കുടിക്കാനായി ആ വാഴക്കയ്യമ്മൽ അനങ്ങാതിരിക്കുകയായിരുന്നു. ഓഹോ, അവിടെ ഇരിക്കുവായിരുന്നോ? അത് കൊള്ളാലോ. അതെ അതെ. നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ. എന്ത്? ഇപ്പൊ അങ്ങനെയായോ? ഓ, തേൻ കുടിക്കുന്ന കാര്യമാണോ? ആ, അത് തന്നെ. ഇതെന്റെ വാഴയാ. അതിപ്പോ അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ കിട്ടും? എന്താ പറ്റിയാല്? ആ, അങ്ങനെ തന്നെയാ പറയുന്നേ. കിട്ടുമേ, നീ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരിക. ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം. ദൂരെ എങ്ങാനോ ആണോ? നീയേ ആ മാവിനെയും ആഞ്ഞിലിയെയും പ്ലാവിനെയും ഒന്ന് നോക്കിക്കേ. അതിന് നിങ്ങൾ ആരെങ്കിലും വെള്ളമൊഴിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതെല്ലാം കായ്ച്ചും ഫലങ്ങളെല്ലാം പഴുത്ത് പക്ഷികളും ഞങ്ങളും ഒക്കെ കഴിക്കുന്നത് കണ്ടല്ലോ. കണ്ടു. പക്ഷെ വാഴയ്ക്ക് ഞാനും അമ്മയും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. എടാ മണ്ടച്ചാരെ, ഇപ്പോൾ നീ പറഞ്ഞത് പൊളിഞ്ഞില്ലേ? ഈ ഫലവൃക്ഷങ്ങൾക്കൊക്കെ നിങ്ങൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും പ്രകൃതി സമയാസമയത്ത് മഴ പെയ്ത് വെള്ളം കൊടുക്കും. നിങ്ങൾ മനുഷ്യന്മാർ പ്ലാസ്റ്റിക്കും മറ്റ് വിഷമയമായ വസ്തുക്കളും വലിച്ചെറിഞ്ഞ് വിഷമയമാക്കിയില്ലെങ്കിൽ ആവശ്യത്തിനുള്ള വളവും കിട്ടും. അങ്ങനെ ഈ വൃക്ഷങ്ങളും ചെടികളും എല്ലാം ആവശ്യത്തിന് വെള്ളവും വലവും വലിച്ചെടുത്ത് തനിയെ കായ്ച്ച് നല്ല മധുരമുള്ള ഫലങ്ങൾ ഞങ്ങൾക്ക് തരും. അതാണ് പ്രകൃതിയുടെ നിയമം. കർത്താവേ, ആ വവ്വാലും അണ്ണാരക്കണ്ണനും പറഞ്ഞത് സത്യമാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ വാഴയിലെ എല്ലാ തേനും അവർ കുടിച്ചോണ്ട് പോവുമല്ലോ. ഹായ് മാലാക കൂട്ടുകാരാ. കിട്ടു, ഇപ്പോൾ ഏത് സമയമാണ്? അയ്യോ, ഈ മാലാകയ്ക്ക് ഇതൊന്നും അറിയില്ലേ? രാത്രി തന്നെ. നമുക്കെപ്പോഴും രാത്രി ആയാൽ പറ്റുമോ? അതെങ്ങനെ? നമുക്ക് സൂര്യപ്രകാശമില്ലാതെ എങ്ങനെയാ ജീവിക്കാൻ പറ്റുന്നത്? നീ കുറച്ചു നേരം മൂക്കും അടച്ചു പിടിച്ചോണ്ടിരുന്നോ.
അതെങ്ങനെയാ? പ്രാണവായു കിട്ടാതെ ഞാൻ മരിച്ചു പോവില്ലേ? സൂര്യനിൽ നിന്നുള്ള വെളിച്ചവും അന്തരീക്ഷത്തിലെ പ്രാണവായും ഒക്കെ കിട്ടുന്നത് കൊണ്ടല്ലേ നീ ജീവിക്കുന്നത്. അത് കിട്ടാൻ നീ ഒരു അധ്വാനവും ചെയ്യുന്നില്ലല്ലോ. നീയും ഈ പ്രകൃതിയിൽ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടാണ് ജീവിക്കുന്നത്. അത് മറക്കേണ്ട. ശരിയാണ്. നീ സത്യം തിരിച്ചറിയാതെയാണ് വവ്വാലിനോടും അണ്ണാരക്കണ്ണനോടും തർക്കിച്ചത്. അതെ അതെ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. അവർ തേൻ കുടിക്കാൻ വന്നപ്പോൾ ഞാൻ അവരെ ഓടിച്ചു വിടാനും ശ്രമിച്ചു. സാരമില്ല കിട്ടു, മനുഷ്യരായാൽ തെറ്റുപറ്റും. തെറ്റ് തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും പിന്മാറുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. ശരിയാണ്, ഞാൻ അതിൽ പശ്ചാത്തപിക്കുന്നു. ഇന്നെന്തു പറ്റി? നമ്മുടെ കൂട്ടുകാരന് മിണ്ടാട്ടമില്ലല്ലോ. ശരിയാണല്ലോ. ദാ നമ്മൾ തേൻ കുടിക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. കിട്ടുവേ, ഞങ്ങൾ എന്നും കൂടിയേ വരികയുള്ളൂ. നിനക്കിഷ്ടമില്ലെങ്കിലേ ഞങ്ങൾ വരുന്നില്ല. അണ്ണാരക്കണ്ണ, വവ്വാലെ, നിങ്ങൾ ഇഷ്ടം പോലെ തേൻ കുടിച്ചോ. എന്നും വന്ന് കുടിച്ചോ. നീ ശരിക്കും പറഞ്ഞതാണോ? അതെ, എനിക്കെന്റെ തെറ്റ് മനസ്സിലായി. ഞങ്ങൾക്കു സന്തോഷമായി. അമ്മേ, നമ്മുടെ വാഴക്കുല പഴുത്തു. അച്ഛൻ വരട്ടെ, നമുക്ക് കുല വെട്ടിയെടുക്കാം. വേണ്ടമ്മേ, ഉടനെ വെട്ടേണ്ട. അതെന്താ മോനെ, നിനക്ക് വാഴപ്പഴം വലിയ ഇഷ്ടാണല്ലോ. അതെ അതെ, പക്ഷേ ഈ വാഴപ്പഴത്തിന്റെ അവകാശി നമ്മൾ മാത്രമല്ല. പിന്നെ നിന്റെ അമ്മ കൂട്ടുകാർക്കും കൂടി കൊടുക്കണമായിരിക്കും അല്ലേ? അതെ അമ്മേ, ബെറ്റിക്കും തക്കടൂനും മാത്രമല്ല. വേറെ ആരൊക്കെ? ഇതിന്റെ മാണിക്കുലയിൽ തേൻ കുടിക്കുവാൻ ഇതിന്റെ തേൻ കുടിക്കാൻ വന്ന വവ്വാലും അണ്ണാരക്കണ്ണനും. ശരി ശരി. പിന്നെ ഈ പഴം കണ്ട് കൊതി ഊറിയേ തത്തമ്മയ്ക്കും എല്ലാവർക്കും കൊടുക്കണം. എല്ലാവരും നമ്മുടെ സ്നേഹിതരാ. ഓ, നിങ്ങള് വന്നല്ലേ. ഞാൻ നിങ്ങളെ നോക്കി നിൽക്കുകയായിരുന്നു. മനസ്സിലായി മനസ്സിലായി. നല്ല സന്തോഷത്തിലാണല്ലോ. കണ്ടില്ലേ വാഴപ്പഴം? ഞാൻ നിങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ നോക്കിയിരുന്നോ? അതെന്തിനാ? നിങ്ങൾക്ക് വാഴപ്പഴം തരാൻ. കിട്ടുവേ, എനിക്ക് തരില്ലേ? തീർച്ചയായും. തത്തമ്മ പഴം കൊതിച്ചിയാണെന്ന് ആർക്കാ അറിയാത്തത്? കണ്ടോ കണ്ടോ, എന്നെ കളിയാക്കിയത്. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. കിട്ടുവേ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അബദ്ധം പറ്റാതിരിക്കാൻ ഞങ്ങൾ നേരത്തെ ഇങ്ങ് പോന്നു. വാഴപ്പഴത്തിന്റെ കാര്യം നിങ്ങളോട് ആരാ പറഞ്ഞേ? ഞങ്ങൾ അതൊക്കെ അറിഞ്ഞു. ഇപ്പം മനസ്സിലായോ ഇവിടെ ചാരപ്രവർത്തനം നടത്തുന്നുണ്ടെന്ന്? അണ്ണാരക്കണ്ണനായിരിക്കും. അയ്യോ, ഞാനല്ല. ആ തത്തച്ചേച്ചിയാ പറഞ്ഞു കൊടുത്തേ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ശരിയാണ്. ഇത്രയും മധുരമുള്ള വാഴപ്പഴം തന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കഴിക്കാം. വീണ്ടും ഇതിലെ കുഞ്ഞു വാഴകൾ വലുതായി ഇനിയും നമുക്ക് മധുരമുള്ള വാഴപ്പഴം പ്രകൃതി തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രകൃതിയിലുണ്ടായ ഈ നല്ല പഴം ഇതിന്റെ അവകാശികളായ വവ്വാലും അണ്ണാരക്കണ്ണനും തത്തമ്മയും ആദ്യം കഴിക്കട്ടെ. ശരിയാണ്, ഇവരും അവകാശികളെന്ന് ഇന്നലെ സ്വപ്നത്തിൽ മാലാഖ വന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ 3 പേരും വയറ് നിറച്ച് കഴിച്ചിട്ട് മതി ഞങ്ങൾക്ക്. വാഴപ്പഴം തിന്ന് ഞങ്ങളുടെ വയറ് നിറഞ്ഞു. ഇനി നിങ്ങൾ തിന്നുക കൂട്ടുകാരെ. നിറയെ തിന്നോ, വഴക്കൊന്നുമില്ല. ഇനി തിന്ന വയറ് പൊട്ടിപ്പോകും. അപ്പോൾ നമുക്ക് പോവാം. കിട്ടുവിന്റെ അച്ഛൻ വന്ന് കുല വെട്ടിയെടുക്കട്ടെ. ശരിയാ, അവര് സമാധാനമായിട്ട് വയറ് നിറയെ കഴിക്കട്ടെ. ഇനിയും വാഴ കുലയ്ക്കുമ്പോൾ ഞങ്ങളുടെ കാര്യം മറക്കരുതേ കിട്ടൂ. ഇല്ല തത്തമ്മേ, ഒരിക്കലും മറക്കില്ല. നിങ്ങൾക്ക് തന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ. മാലാഹ കൂട്ടുകാരനെ കണ്ടിട്ട് കുറേ ദിവസമായി.
പറഞ്ഞു തീരുന്നതിന് മുൻപ് എത്തിയല്ലോ മാലാക കൂട്ടുകാരൻ. നിങ്ങൾ ചെയ്തത് ഏറ്റവും നല്ല പ്രവൃത്തിയാണ്. ഈ പ്രകൃതിയിൽ വിളയുന്നതിന്റെ അവകാശം നമുക്ക് സ്വന്തമല്ല, മറ്റുള്ളവർക്കും ഉള്ളതാണ്. എല്ലാവരുമായി പങ്കുവെക്കുമ്പോഴാണ് നമുക്ക് സമൃദ്ധിയും സന്തോഷവും ഉണ്ടാവുക. ഇനിയും നിങ്ങൾ ഇങ്ങനെ തന്നെ ആവണം. ശരി മിഖായേൽ മാലാഖേ.